ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ലൈവ് ട്രേഡിംഗ് സെഷൻ. ഇന്ന് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ചെയ്തത്, ഒരു 47 പോയിൻറ്റ്. അതിനുശേഷം നിഫ്റ്റി ഒരു റിജക്ഷനൊക്കെ സംഭവിച്ചു. നേരെ താഴേക്ക് നമ്മൾ ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വന്ന് ടച്ച് ചെയ്ത് നിൽപ്പുണ്ട്. ഈ ഒരു 15 മിനിറ്റിലും ക്യാൻഡിലുകൾ വളരെ വീക്ക്നെസ് ആയിട്ടാണ് കാണുന്നത്. എല്ലാം ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഫോം ആയിട്ടുള്ളത്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ക്യാൻഡിലും അതിന് ശേഷം വന്നൊരു 5 മിനിറ്റ് ക്യാൻഡിലും ഇപ്പം മൂന്നാമത് വരുന്നൊരു 5 മിനിറ്റ് ക്യാൻഡിലും ഒരു റിജക്ഷൻ ക്യാൻഡിലായിട്ടാണ് ഫോം ആയിട്ടുള്ളത്. കാരണം ഒരു വീക്ക്നെസ്സാണ് മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു റിജക്ഷൻ സംഭവിച്ചേക്കാം, മുകളിലോട്ട് പോകാനൊരു ചാൻസ് ഉണ്ട്. നമുക്കെന്തായാലും മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്യാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. എൻ്റെ ഇന്നത്തെ ഒരു ട്രേഡിംഗ് പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഈ ഒരു ഏരിയയിൽ നിന്നും R1 ടച്ച് ചെയ്ത് തിരികെ താഴേക്ക് വരുമെന്നാണ് എൻ്റെ ഒരു വ്യൂ. എന്തായാലും മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്യാം. ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്നും ഒരു കോൾ ഓപ്ഷൻ ഇപ്പോൾ തൽക്കാലം ബൈ ചെയ്യുന്നില്ല. R1 എത്തുമ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനാണ് പ്ലാൻ. നമുക്ക് എന്തായാലും മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്യാം. മാർക്കറ്റ് നമ്മുടെ ഒരു വ്യൂ അനുസരിച്ച് ആ ഒരു R1 ഒരു ഏരിയയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മൾ വാച്ച് ലിസ്റ്റിൽ 19,650 ഒരു പുട്ട് ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിൽ ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടെങ്കിലും നല്ലൊരു റിജക്ഷൻ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് സെല്ലേഴ്സും ശക്തമായിട്ട് ഈ ഒരു ഏരിയയിൽ കാണുന്നുണ്ട്. മിക്കൊരു R1 ഒരു ഏരിയയിൽ സെല്ലേഴ്സ് അധികമായി കാണും. ആ ഒരു ഏരിയയിൽ നിന്നും മാർക്കറ്റ് നേരെ നമ്മുടെ ഒരു സപ്പോർട്ട് സോണിലേക്ക് വരുമെന്നാണ് എൻ്റെ ഒരു വ്യൂ. എന്തായാലും ഈ ഒരു റേഞ്ചിൽ നിന്നും പുട്ട് ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാം. ഏകദേശം 93 രൂപയ്ക്ക് നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു ഏരിയയിൽ റിജക്ഷൻ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ബൈ ചെയ്തത്. ഇവിടെ നിന്നും താഴെ നമ്മുടെ ആ ഒരു സപ്പോർട്ട് ഏരിയ വരെ മാർക്കറ്റ് വരും. ആ ഒരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാനാണ് നമ്മൾ ഇവിടെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തത്. എന്തായാലും നമുക്കൊന്ന് മാർക്കറ്റ് വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ 25 പോയിൻറ്റ് SLും പ്ലേസ് ചെയ്യുന്നുണ്ട്. ആ മാർക്കറ്റ് നമ്മുടെ വ്യൂ എഗെയിൻസ്റ്റ് പോവുകയാണെങ്കിൽ SL ഹിറ്റായി. ഇന്നത്തെ മാർക്കറ്റിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആവാം. എന്തായാലും മാർക്കറ്റ് നമുക്കൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. പ്ലാൻ എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി നമ്മുടെ SL ഹിറ്റ് ചെയ്യാറായിട്ടുണ്ട് നമ്മുടെ. എന്തായാലും നമ്മൾ ആ പ്ലാനിൽ നിന്ന് നമ്മൾ ഉറച്ചു നിന്ന് മാറിയിട്ടൊന്നുമില്ല. SL ഹിറ്റാവുന്നെങ്കിൽ ഹിറ്റാവട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ SL ഹിറ്റായിട്ടുണ്ട്. ഏകദേശം 1,267 രൂപ SL ഹിറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞൊരു വ്യാഴാഴ്ച നമ്മളൊരു ട്രേഡ് എടുത്തിരുന്നു. എൻ്റെ വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അന്നും ഒരു 1,232 രൂപ നമുക്ക് SLുണ്ട്. അതിൻ്റെ താഴെ കാണുന്ന ഒരു 12 രൂപ എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രൈക്ക് റോങ് ആയിട്ട് എടുത്ത ഒരു ഇതാണ്. അതും അപ്പോഴേ എക്സിറ്റ് ചെയ്തുകൊണ്ടാണ് 12 രൂപ ലോസിൽ കിടക്കുന്നത്. 18,600 P, നമ്മൾ 19,600 ഉദ്ദേശിച്ചത്. 18,600 P ആണ് എടുത്തത്. അങ്ങനെ ഒരു SL അതിൻ്റെ ഹിറ്റായിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഏത് ഏരിയയിൽ നിന്നാണെന്ന് നമുക്ക് ഒന്ന് മാർക്കറ്റിൽ നോക്കാം. കാരണം അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അന്ന് 13-ാം തീയതി തന്നെ ഈ ഒരു
നമ്മൾ ആ ഒരു റേഞ്ച്, ആ ഒരു റെസിസ്റ്റൻസിൻ്റെ ആ ഒരു റേഞ്ചിലെത്തിയപ്പോഴായിരുന്നു നമ്മൾ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തത്. പക്ഷേ നമ്മുടെ വ്യൂ ഒക്കെ കറക്റ്റായിരുന്നു. നമ്മുടെ SL 25 പോയിൻ്റ് ആയിരുന്നു, 25 അല്ല, അന്ന് 23 പോയിൻ്റ് കണ്ടായിരുന്നു. SL വെച്ചതിനകത്ത് കുറച്ച് നമുക്ക് പാളിച്ച പറ്റി. അങ്ങനെ SL ഹിറ്റായി മാർക്കറ്റ് നേരെ താഴേക്ക് തന്നെയാണ് അന്ന് വന്നത്. നമ്മുടെ SL വെച്ചതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണ് അവിടെ ഒരു ട്രേഡ് ഇതായിപ്പോയത്, നമുക്ക് ലോസായി പോയത്. എന്തായാലും നമ്മളെ 2 ദിവസമായിട്ട് നമുക്ക് ലോസാണ്. അപ്പം അടുത്തൊരു ദിവസം നമുക്ക് നല്ലൊരു ട്രേഡുമായിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ ഗൈസ്.